നല്ല വണ്ടികൾ എല്ലാവരും നല്ല വണ്ടികൾ ആഗ്രഹിച്ച് തന്നെ എല്ലായിടത്തും പോയി വണ്ടി എടുക്കുന്നത്. പക്ഷെ ചില കാറുകൾക്കൊക്കെ നമ്മൾ വണ്ടിക്ക് എന്തെങ്കിലും വല്ല പണി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ തന്ന ആൾക്കാരൊക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പുതിയൊരു അമേസ് പെട്രോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ആ അമേസിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂസും അതുപോലെ നമ്മൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ യൂസ്ഡ് കാർ മേഖലയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പരമാവധി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വണ്ടി ഏതാ മോഡലൊക്കെ വരുന്നത്? എടാ, ഇത് 2015 മോഡലാണ്. 2015 മോഡൽ പെട്രോൾ വാഹനങ്ങളിൽ സെഡാനിൽ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സെയിൽ വന്നിരുന്ന വണ്ടികളാണല്ലോ. ഒന്നാണ് ഡിസയറും അമേസ് പോലുള്ള വണ്ടികൾ. പക്ഷെ അമേസ് നമ്മളിപ്പോൾ ഈ 10 വർഷം കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് പല വണ്ടികളും കിട്ടുന്നത് 90,000, 1.25 ഓട്ടം, കിലോമീറ്റർ ജെനുവിൻ അല്ല, കമ്പനി സർവീസ് അല്ല, അല്ലെങ്കിൽ തേർഡ് ഓണർഷിപ്പ് ഒക്കെ ഉള്ള വണ്ടികളിലാണ് കിട്ടുക. അതിന് അത്യാവശ്യം 3-ന് മേലെ പ്രൈസും കൊടുക്കണം. ഇതാകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഇത് 2015 വണ്ടി, സിംഗിൾ ഓണറിൽ എസ് എന്ന് പറഞ്ഞ വേരിയന്റ്. ഈ എസ് വേരിയന്റിൽ നമ്മൾ ഫീച്ചേഴ്സ് പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, 4 ഡോർ പവർ വിൻഡോ വരും, പിന്നെ സ്റ്റിയറിംഗിന്റെ ഓഡിയോ കൺട്രോൾ വരും. ഇതൊക്കെ പല വണ്ടികളിലും ഒരു 2017 ശേഷമുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഇത് ലക്ഷറി വണ്ടി ആയിരിക്കണം. ഇതിപ്പോ ലക്ഷറി അല്ല, ഒരു കോമൺ സാധാരണക്കാരനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾ, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഹൈറ്റ് കൂട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈറ്റ് അഡ്ജസ്റ്റർ, പിന്നെ കമ്പനി സ്റ്റീരിയോ. ഇതിന്റെ സെറ്റപ്പ് നോക്കിട്ട ഈ സ്റ്റീരിയോ ഒക്കെ നമ്മൾ ബാക്കിൽ സബ് ടൈപ്പ് ആണ് ഇതിന്റെ സ്പീക്കർ. അങ്ങനെയുണ്ട്. ഇതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു സബ് നമ്മൾ കയറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ആ ഇന്റീരിയർ ക്വാളിറ്റി ഉണ്ട്, ഈ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് കുറച്ച് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. നമ്മൾ കമ്പാരിറ്റീവ്ലി വേറെ വണ്ടികളെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി വെഹിക്കിളാണ്. പിന്നെ ആകെ ഇത് 62,496 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 62,496 ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് നിൽക്കുന്ന വണ്ടിയാണ്. പിന്നെ വെച്ചാൽ ടെൻഷൻ ഇല്ലാത്ത കസ്റ്റമേഴ്സിന് വണ്ടി എടുക്കാം. ഒരു 3 രൂപയൊക്കെ 3-3.5 രൂപയൊക്കെ നമുക്ക് സുഖമായിട്ട് ലോണ് കിട്ടും. ഒരു ആധാറും പാൻ കാർഡും അയച്ചിട്ടാണെങ്കിൽ സിബിൽ ചെക്ക് ചെയ്യാം. പിന്നെ വീട്ടിലേക്ക് ഒരു വെരിഫിക്കേഷനും വണ്ടിക്ക് ഒരു വാല്യുവേഷനും കൂടെ കഴിഞ്ഞ് ഏകദേശം ഒരു 90% ലോണ് കിട്ടും. ഒരു 5 കൊല്ലത്തേക്ക് EMI നമ്മൾ ചെയ്തു കൊടുക്കാം. പോരാത്തതിന് 6 മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ ലോണ് ക്ലോസ് ചെയ്യാം കേട്ടോ. മുതൽ മാത്രം കൊടുത്ത് ക്ലോസ് ചെയ്യാം. പിന്നെ 6 മാസത്തിന് ശേഷം നമുക്ക് വണ്ടിക്ക് ലോണ് വേണമെങ്കിൽ കൂട്ടി അടയ്ക്കാൻ ഓപ്ഷൻ ഉള്ളവർക്ക് കൂട്ടി അടയ്ക്കാം. 4,17,000 രൂപയാണ് നമ്മളിതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. അതിൽ ഇൻഷുറൻസ് അടുത്ത കൊല്ലം 1-ാം മാസം 9-ാം തീയതി വരെ ഉണ്ട്. പിന്നെ 2015 മോഡലാണ് 9-ാം മാസം 62,400 കിലോമീറ്റർ നേരത്തെ പറഞ്ഞത്. അപ്പോൾ കസ്റ്റമേഴ്സ് ഒരു ലോ ബഡ്ജറ്റിൽ നല്ലൊരു വണ്ടി, കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി, നമുക്ക് അധികം തലവേദന തരാത്തൊരു വണ്ടിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ വിളിക്കാം. മെയിൻ്റെനൻസ് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഗൾഫിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഏറ്റവും യൂസ് ചെയ്യുന്ന വണ്ടി നമ്മുടെ ഇവിടുത്തെ പോലെ മാരുതിയല്ല. എൻ്റെ അറിവിൽ അവിടെ നിസാനും അല്ലെങ്കിൽ ഹോണ്ടയോ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന വണ്ടികൾ, കമ്പനി ആവശ്യങ്ങൾക്കൊക്കെ കിട്ടും. പെട്രോൾ വെഹിക്കിളാണ് അവിടെ അധികം ഉള്ളത്. ഗൾഫിൽ ഡീസലിൻ്റെ ഇത് കുറവല്ലേ. പെട്രോൾ വെഹിക്കിളിൽ ലൈഫ് ടൈം കിട്ടുന്ന എഞ്ചിൻ ലൈഫ് ടൈം കിട്ടുന്ന വണ്ടികളാണ് നിസാനോ അല്ലെങ്കിൽ ഹോണ്ടയൊക്കെ. സെയിം ബ്രാൻഡ് ടൊയോട്ട പോലെ തന്നെ ഹോണ്ടയുടെ വണ്ടികൾ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഒരു 10-15 കിലോമീറ്റർ ആവറേജ്, ഒരു ലോങ് ഡ്രൈവിൽ 15+ ഒക്കെ മൈലേജും കിട്ടും. അല്ല, നമ്മളത് ഒരു സ്റ്റാർട്ടിങ് നമ്മളെ വണ്ടികളെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി എടുക്കുന്ന വീഡിയോസാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് നല്ല വണ്ടികൾ എല്ലാവരും നല്ല വണ്ടികൾ ആഗ്രഹിച്ച് തന്നെ എല്ലായിടത്തും പോയി വണ്ടി എടുക്കുന്നത്. പക്ഷെ ചില കാറുകൾക്കൊക്കെ നമ്മൾ വണ്ടിക്ക് എന്തെങ്കിലും വല്ല പണി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ തന്ന ആൾക്കാരൊക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന വണ്ടികളുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട്, ഒറ്റ ബ്രാൻഡ് മാത്രമല്ല. ഇപ്പോൾ ട്രൂ വാല്യൂ പോയി കഴിഞ്ഞാൽ മാരുതി മാത്രമേ ചെയ്യുള്ളൂ, മാരുതിക്ക് മാത്രമേ വാറണ്ടി ഉള്ളൂ. അല്ലെങ്കിൽ അത്രയും മോഡൽ കൂടി അതർ വെഹിക്കിൾസ് ആവണം. നമ്മളിവിടെ ഷെവർലെറ്റ് അല്ലാത്ത എല്ലാ ബ്രാൻഡിനും 9 കൊല്ലം, അത് 2016 മുതൽക്കുള്ള 25 വരെക്കുള്ള ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതും 1 കൊല്ലം. 1 വർഷത്തെ വാറണ്ടി ഒരു കസ്റ്റമറെ സംബന്ധിച്ച് പുതിയ കാർ എടുക്കുന്നതിന് തുല്യമാണ്. കാരണം 10 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നത്. ഇപ്പോൾ ഇത് 2016 ആയിരുന്നെങ്കിൽ നമുക്ക് 1 കൊല്ലം വാറണ്ടി കൊടുക്കാം. ഇനി 15 ആയതുകൊണ്ട് വാറണ്ടി കൊടുക്കില്ല എന്നല്ല, എന്നാലും ബേസിക് ആയിട്ടൊരു സപ്പോർട്ട് ഒരു മാസം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. 7 ദിവസം വരെ ഈ വണ്ടി കൊണ്ടുപോയിട്ട് ആക്സിഡന്റ് ഫ്രീ ആണെന്നും അതേപോലെ ഫ്ലഡ് മേജർ ഇഷ്യൂസ് കാര്യങ്ങൾ വണ്ടിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഒരു സമയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം 7 ദിവസമാണ്, അല്ലെങ്കിൽ 500 കിലോമീറ്റർ.
കാര്യങ്ങൾ ചെയ്യാനോ ഇല്ലെങ്കിൽ വല്ല സർവീസിന് കൊടുക്കാനോ വല്ലതുണ്ടോ? സർവീസ് എടുത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വേറൊരാൾ ഉപയോഗിച്ച വണ്ടി വേറൊരാൾ ഉപയോഗിച്ച വണ്ടി ഞാൻ വിൽക്കുന്നതാണ് കസ്റ്റമർ. അപ്പോൾ കസ്റ്റമർ വിചാരിക്കും ഇപ്പം നമ്മൾ പറയുന്ന അപ്ഡേറ്റ്സ് വെച്ചിട്ടാണ് കസ്റ്റമർ വണ്ടി ഓടിക്കുന്നത്. പക്ഷേ അയാൾ വണ്ടി എടുത്തതിന് ശേഷം ഒരു സർവീസ്, ജസ്റ്റ് ഒരു സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വർക്ക്ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഷോറൂമിൽ നിന്നോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ടും കൂടെ കിട്ടുമല്ലോ. പിന്നെ അവരുടെ ആ ട്രാക്കിൽ നമുക്ക് പോകാൻ പറ്റും. എക്സ്ചേഞ്ച് സൗകര്യമുണ്ട്. നമുക്ക് ഏത് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ 2016 ശേഷമുള്ള പല വണ്ടികളും എൻ്റെ കയ്യിലുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ വെൻഡോ ഉണ്ട്, ഡീസൽ, ഹോണ്ട സിറ്റി, ക്രെറ്റ 10,000 കിലോമീറ്റർ ഓടി ക്രെറ്റ വരുന്നുണ്ട്. പിന്നെ എസ്ക്രോസ് ഉണ്ട്, എർട്ടിഗ ഉണ്ട്. അങ്ങനെയുള്ള പല പല മോഡൽസ് ഉണ്ട്. ആൾക്കാരനെ സപ്പോർട്ട് ചെയ്യാനും എന്തായാലും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിൽ കൂടുതൽ സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി നമുക്ക് കിട്ടുന്ന ഓരോരോ പോയിന്റ്സ് നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.